മലപ്പുറം ചേലാമ്പ്ര സ്വദേശി ഇബ്രാഹിമിന് വീടൊരുങ്ങുന്നു. ഭിന്നശേഷിക്കാരനായ ഇബ്രാഹിമിന്റെ ദുരിതജീവിതം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി ആർ ബിന്ദു വീട് നിർമ്മിച്ചു നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. തേഞ്ഞിപ്പാലത്ത് നടന്ന വള്ളിക്കുന്ന് മണ്ഡലത്തിലെ നവകേരള സദസ്സിലായിരുന്നു 35 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ഇബ്രാഹിം നിവേദനം നൽകിയത്. ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു വീട് വേണം എന്നതായിരുന്നു ഇബ്രാഹിമിന്റെ ആവശ്യം. ഒപ്പം വീടിന്റെ മുന്നിലേക്ക് വാഹനം കടന്നുപോകാൻ ഒരു ചെറിയ വഴിയും. ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേലേമ്പ്ര പഞ്ചായത്തിലുള്ള ഒരു ഭിന്നശേഷി വ്യക്തിയുടെ ദുരവസ്ഥ കേരള വിഷൻ ചാനൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് NSS, NCC തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും എല്ലാം സമന്വയിച്ച് നിന്നുകൊണ്ട് ഒരു വീട് പണിത് നൽകാനായിട്ട് സാധിക്കും. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ ലൈഫ് മിഷനിൽ അപേക്ഷ നൽകുവാൻ സാധിച്ചിരുന്നില്ല. നാട്ടുകാരുടെ സഹായത്തോടെ ഈ കുടുംബത്തിന് വീടിന് ആവശ്യമായ സ്ഥലം വാങ്ങി നൽകും. പുതിയ വീട് ലഭിക്കുന്നതോടെ ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും വർഷങ്ങളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.